ഞാൻ അടുത്തേക്ക് വന്നോട്ടെ? താങ്ക്സ്. മുഴുവനും നനഞ്ഞു. എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ എവിടെയോ വെച്ച് കണ്ടതുപോലെ അന്ന് സ്കേറ്റിങ്ങിന് വന്ന കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു ഗോൾഡൻ മൗണ്ടിൽ. ഓ, ഡോക്ടർ ഐസക്, യു ആർ ഹിയർ. ഗ്രേറ്റ്. കേട്ടോ ആൽബർട്ട്, അന്ന് ഇവരവിടെ ഉണ്ടാക്കിയ പുകിലൊന്നും പറയണ്ട. ആട്ടവും പാട്ടും മഞ്ഞിലൂടെയുള്ള മനക്കം മറച്ചിലും നല്ല രസമായിരുന്നു. ആ കൂട്ടുകാരൊക്കെ ഇപ്പൊ എവിടെ? അന്നൊരാളുടെ കാല് വീണ് ഒടിഞ്ഞില്ലേ? ഓ, അന്ന് ഡോക്ടറും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വിഷമിച്ചു പോയേനെ. കുട്ടി എപ്പോഴാണ് പട്ടണത്തിലെത്തിയത്? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഒറ്റയ്ക്കാണോ? അതെ. അപ്പന്റെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മിസ്റ്റർ വർഗീസ് കാട്ടുങ്കൽ. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ സ്നോഡെയിലെ ഡോക്ടർ വർഗീസ് കാട്ടുങ്കലിന്റെ മകളാണല്ലേ? അല്ലാതെ ഞാൻ മറ്റാരുടെ മകളാകാനാണ്? എന്നാൽ നാം അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ആ പഴയ പള്ളിക്ക് ഗോപുരം പണിഞ്ഞിരുന്നപ്പോൾ. അതെ, അപ്പോൾ തന്നെയാണ് നാം കണ്ടത്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണത്? കൃത്യമായി 10 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് താൻ ഒരു കൊച്ചു കുട്ടിയായിരുന്നിരിക്കണം. എനിക്കന്ന് 12 വയസ്സുണ്ടായിരുന്നു. വരൂ, ഇരിക്കൂ. ഈ നഗരത്തിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അതെ, ആദ്യമായി. ഇവിടെ ആരെങ്കിലും ബന്ധുക്കൾ? ഇല്ല, എനിക്കിവിടെ ഒരാളെ മാത്രമേ അറിയൂ. ശരി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇന്ന് രാത്രി എനിക്കിവിടെ തങ്ങാമല്ലോ? പിന്നെന്താ, ഇവിടെ താമസിക്കാമല്ലോ. അത് മാത്രമല്ല, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ല. ബാഗിലുള്ളതെല്ലാം മുഷിഞ്ഞിരിക്കുന്നു. അതെല്ലാം ഒന്ന് വൃത്തിയാക്കുകയും വേണം. സാരമില്ല, അതൊക്കെ ഏർപ്പാടാക്കാം. ഞാൻ എൻ്റെ വീട്ടുകാരിയെ വിളിക്കാം. ആലീസ്, താനൊന്ന് ഇങ്ങോട്ട് വരൂ. നമുക്കൊരു വിരുന്നുകാരിയുണ്ട്, മിസ് വർഗീസ് കാട്ടുങ്കൽ. എനിക്കും ഡോക്ടർക്ക് നേരത്തെ പരിചയമുള്ള കുട്ടിയാണ്. ഇന്ന് രാത്രി ഇവിടെ തങ്ങാമോ എന്ന് ചോദിക്കുന്നു. ഇവിടെ with us? Oh, why not? You're welcome. Miss വർഗീസ്. Bags? No, ഇത് മാത്രമേ ഉള്ളൂ. Oh. Come on, doctor. Let's have dinner. Yes. Thank you. മിസ് വർഗീസ് ആ കുട്ടികളുടെ മുറിയിൽ താമസിച്ചോട്ടെ അല്ലേ? എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല.